ഗവൺമെന്റിന്റെ മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസ് കീഴിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് കോട്ടൺ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ മുംബൈ ഹെഡ്ക്വാർട്ടേഴ്സുള്ള ഈ സ്ഥാപനത്തിലേക്ക് വിവിധ തസ്തികകളിലായിട്ട് 148 സ്ഥിരം ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഇതിലേക്ക് താല്പര്യമുള്ള 2026 ജൂലൈ 9 ഇന്ന് മുതൽ ജൂലൈ 24 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. അവരുടെ വെബ്സൈറ്റായ www.courtcorp.org.in എന്ന സൈറ്റിൽ ഡീറ്റെയിൽസ് ലഭ്യമാണ്. നോട്ടിഫിക്കേഷൻ അവിടെ ലഭ്യമാണ്. ഈ സൈറ്റ് വഴിയാണ് നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ളത്. ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കാം. വേക്കൻസി ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഒന്നാമത് അസിസ്റ്റന്റ് മാനേജർ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്നുള്ളതാണ് ഒരു വേക്കൻസി ഉള്ളത്. 50% മാർക്കുള്ള ഹിന്ദിയിലുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദം, ഇംഗ്ലീഷ് പഠിച്ചിരിക്കണം, 1 വർഷം പ്രതിപരിചയം ഉണ്ടായിരിക്കണം, 32 വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ശമ്പള സ്കെയില് 40,000 മുതൽ 1,40,000 എന്ന സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക. അടുത്ത പോസ്റ്റ് അസിസ്റ്റന്റ് മാനേജർ ഇൻഫർമേഷൻ ടെക്നോളജി IT ഒരു വേക്കൻസിയാണ്. ബിടെക് IT അല്ലെങ്കിൽ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ MCA 50% മാർക്കോടെ പാസ്സവർക്ക് അപേക്ഷിക്കാൻ കഴിയും. 1 വർഷമാണ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 32 വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. നേരത്തെ പറഞ്ഞാൽ 40,000 മുതൽ 1,40,000 എന്ന സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക. അടുത്ത പോസ്റ്റ് മാനേജ്മെന്റ് ട്രെയിനിങ് മാർക്കറ്റിംഗ് എന്നുള്ളതാണ്. 8 വേക്കൻസി ഉണ്ട്. MBA അഗ്രി ബിസിനസ് മാനേജ്മെന്റ് ആണ് വേണ്ട യോഗ്യത. ഇതിലേക്ക് 30 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ശമ്പള സ്കെയിൽ 30,000 മുതൽ 1,20,000 എന്നുള്ളതാണ്. അടുത്ത മാനേജ്മെന്റ് ട്രെയിനിങ് അക്കൗണ്ട്സ് എന്നുള്ളതാണ്. 8 വേക്കൻസി ഉണ്ട്. അതിലേക്ക് CA അല്ലെങ്കിൽ CMA ക്വാളിഫൈ ചെയ്തവരായിരിക്കണം. 30 വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ശമ്പള സ്കെയിൽ 30,000 മുതൽ 1,20,000 എന്ന സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക. അടുത്ത ജൂനിയർ കൊമേഴ്ഷ്യൽ എക്സിക്യൂട്ടീവുമാരുടെ 50 ഒഴിവുകളുണ്ട്. BSc അഗ്രികൾച്ചർ 50% മാർക്കോടെ പാസ്സവർക്ക് അപേക്ഷിക്കാൻ കഴിയും. 30 വയസ്സിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയും. ശമ്പളത്തിൽ 22,000 മുതൽ 90,000 എന്ന സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക. അപ്പോൾ ഈ 50% മാർക്ക് എല്ലാത്തിനും വേണമെന്ന് പറഞ്ഞാൽ SC/ST-കാരായ കാൻഡിഡേറ്റ് ആണെങ്കിൽ അവർക്ക് ഡിസബിലിറ്റി ഉള്ളവർക്കും 5% മാർക്ക് കുറച്ച് മതി എന്ന കാര്യം കൂടി പ്രത്യേകം ഓർമ്മിക്കുക. അടുത്ത ജൂനിയർ കൊമേഴ്ഷ്യൽ എക്സിക്യൂട്ടീവിൻ്റെ ഞാൻ പറഞ്ഞു. അടുത്ത ജൂനിയർ അസിസ്റ്റന്റ് അക്കൗണ്ട്സ് എന്നുള്ളതാണ്. 50 വേക്കൻസി ഉണ്ട്. 50% മാർക്കുള്ള BCom ബിരുദമാണ് വേണ്ടി യോഗ്യത. 30 വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. 22,000 മുതൽ 1,90,000 വരെ ശമ്പള സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക. അടുത്തത് ജൂനിയർ അസിസ്റ്റന്റ് ആണ് വേക്കൻസി. ജനറൽ എന്നുള്ളതാണ്. 30 വേക്കൻസി ഉണ്ട്. അതിലേക്ക് ഏതെങ്കിലും വിഷയത്തിലെ ബിരുദം 50% മാർക്കടെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. 30 വയസ്സാണ് വരുന്ന പ്രായപരിധി. 22,000 മുതൽ 90,000 എന്ന സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക. അങ്ങനെ ആകെ 148 ഒഴിവുകളാണുള്ളത്. ഇതിലേക്ക് അപേക്ഷാ ഫീസ് ഉണ്ട്. ജനറൽ OBC EWS കാൻഡിഡേറ്റ്സ് ഒക്കെ ഈ GST ഉൾപ്പെടെ 1,770 രൂപയും ബാക്കി എല്ലാവർക്കും 590 രൂപയാണ് അപേക്ഷാ ഫീസ് എന്ന കാര്യം ഓർക്കുക. ഏജ് റിലാക്സേഷൻ ഉണ്ട്. SC/ST-കാർക്ക് 5 വർഷവും OBC-കാർക്ക് 3 വർഷവും ഡിസബിലിറ്റി ഉള്ളവർക്ക് 10 വർഷവും എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സിന് നിയമാനുസൃതമായിട്ട് വിളവും ലഭിക്കുന്നതായിരിക്കും. സെലക്ഷൻ റിട്ടൺ എക്സാമിനേഷൻ ഉണ്ടാവും. അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനും ഉണ്ടായിരിക്കും. റിട്ടൺ എക്സാമിനേഷൻ്റെ സെൻറ്ററുകൾ കേരളത്തിലില്ല. ചെന്നൈ, ബാംഗ്ലൂർ, ഹൈദരാബാദാണ് അടുത്തുള്ള സെൻറ്ററുകൾ. മറ്റ് സെൻറ്ററുകൾ മുംബൈ, ന്യൂഡൽഹി, ലക്നൗ, ചണ്ഡീഗഡ്, കൊൽക്കത്ത, അഹമ്മദാബാദ്, പാട്ന, ജയ്പൂർ എന്നിവയാണ്. അപേക്ഷിക്കാനായിട്ട് www.courtcorp.org.in സൈറ്റിൽ പോവുക. അവരുടെ റിക്രൂട്ട്മെന്റ് പേജ് കരിയർ പേജ് എടുക്കുക. അത് കഴിഞ്ഞ് CCI റിക്രൂട്ട്മെന്റ് എടുക്കുക. അതിനുശേഷം അപ്ലൈ ഓൺലൈൻ കൊടുത്താൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. അവസാന തീയതി 24 ജൂലൈ. താങ്ക് യു.